ഹായ്, എൻ്റെ പേര് കിരൺ. എൻ്റെ വീട് എറണാകുളമാണ്. ഞാൻ ഒരു എക്സോട്ടിക് പെറ്റ് ലവറാണ്. എൻ്റെ കയ്യിൽ കുറച്ച് എക്സോട്ടിക് പെറ്റ്സും പിന്നെ 2 ഡോഗ്സും ഉണ്ട്. ഡോഗ്സാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെറ്റ്സ്. എന്നാലും ഇവരൊക്കെ ഭയങ്കര ഒരു ക്രൈസിൻ്റെ പുറത്ത് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. ഇത് ഇഗ്വാനയാണ്, എൻ്റെ പെറ്റാണ്. പിന്നിപ്പോൾ ഒരു 6 വയസ്സിനടുത്തായിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര ഒരു എല്ലാ സെലിബ്രിറ്റീസും എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കാറ്റഗറിയായി വന്നിട്ടുണ്ട് ഇഗ്വാന എന്നുള്ളത്. അപ്പോൾ ഇവനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഭയങ്കര ഒരു ഭംഗിയും ഇവനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ക്രേസാണ് ആൾ. പിന്നെ ആൾ കുറച്ച് കലിപ്പാണ് പുള്ളി. പിന്നെ നമ്മൾ അതൊക്കെ വെച്ച് നോക്കിയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് നിന്നാൽ മതി. ഇതിനിപ്പോൾ 6 വയസ്സായി. ഞങ്ങളൊരു 3 വയസ്സിലൊക്കെ കൊണ്ടുവന്നായിരിക്കും. എൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവർ വേഗൻസാണ്, ഫുള്ള് വെജിറ്റബിളാണ്. അതുപോലെ നമ്മുടെ മുരിങ്ങയില, മത്തങ്ങ, പപ്പങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത് ഞങ്ങളിവിടെ. പിന്നെ പുറത്തൊക്കെ ഇതിന് പറ്റിയ കുറേ ഫുഡൊക്കെ ഉണ്ട് എക്സോട്ടിക്കിന് പറ്റിയ. ഇവിടെ നമുക്ക് അതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ ബേബീസാണ്. മെക്സിക്കൻ തന്നെയാണ്, പക്ഷേ ഇവർക്ക് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. ഇത് ബ്ലൂ ആണ്. ഇതിനൊക്കെ ഞങ്ങൾ ഭയങ്കര ബേബി സ്റ്റേജിൽ വാങ്ങിച്ചാണ് ഇവരെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രീൻ കിടപ്പുണ്ട്. ഭയങ്കര കുഞ്ഞായിരുന്നു വാങ്ങിച്ചു. ഇവർക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്തും നല്ല കളറൊക്കെ ആയിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഇവർക്ക് വെയിൽ ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കോൾഡ് ബ്ലഡഡ് ആണ് ഇവർ. അതുകൊണ്ട് നമ്മൾ വെയിൽ എപ്പോഴും ഇവർ കൊള്ളുന്നുണ്ടോ എന്നൊരു ശ്രദ്ധ എപ്പോഴും നമ്മൾ നോക്കണം. പിന്നെ ഇവരൊരു 6 ഫീറ്റ് എബോവ് വരെ വളരും. നല്ല വളർച്ചയുള്ളൊരു കാറ്റഗറിയിലുള്ളതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കോൺ സ്നേക്കാണ്. ഇവർ നോർത്ത് അമേരിക്കനാണ്. കാണുമ്പോൾ വെനമസ് ആണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇവർ വെനമസ് അല്ല, നല്ല ഫ്രണ്ട്ലി ആണ്. ഞാൻ പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു ഹോബിയുടെ പുറത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സോട്ടിക് ആയിട്ടുള്ളൊരു പെറ്റിനെ വളർത്തണം എന്നുള്ളൊരു ഇതിൽ തുടങ്ങിയതാണ്. ഇതിൻ്റെ ഫീഡിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മൈസിനെ കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളൂ ഫീഡിങ്. അങ്ങനെയൊക്കെ തന്നെ ചെറിയ മൈസ് അവരെയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ കൊടുക്കാറ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറാണ്, എവിടെ നിന്നെങ്കിലുമൊക്കെ പരിചയമുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാറാണ് പതിവ്. ഇവരിപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഇവരെയൊക്കെ മേടിക്കുമ്പോൾ. നമുക്കതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേപ്പറും ഉണ്ട് ഇതിൻ്റെ. ഇപ്പോൾ ഈ സ്നേക്ക് കൂടാണ്ട് ഇപ്പോൾ ഇരിക്കുന്നതാണ്. ഇത് ട്രീ പൈത്തനാണ്. ആളുടെ ഒരു കളറൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ആളിപ്പോൾ നല്ല ഉറക്കമാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു മരത്തിൽ ഫുൾ ടൈം ചുരുണ്ടേ കിടക്കുകയുള്ളൂ ആൾ. അല്ലാണ്ട് ഇവരെ പോലെ വേറെ ഇതൊക്കെ ഇല്ലാണ്ട് കിടക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ ടൈം ഒരു മരം വേണം. ഇതും എൻ്റെ ഒരു എക്സോട്ടിക് പെറ്റാണ്. ഫെററ്റ് എന്നാണ്. കീരിനെ പോലെയൊക്കെ ഇരിക്കും, പക്ഷേ ഇതല്ല, ഫെററ്റ് എന്ന് പറയും. ഇവളിപ്പോൾ ഫീമെയിലാണ്. ഇവൾക്കിപ്പോൾ ഒരു 2-2.5 വയസ്സുണ്ട്. ഇപ്പോൾ എൻ്റെ ഇത് കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഞങ്ങൾ വളർത്തുന്നതാണ്. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇതെൻ്റെ ഡോഗാണ്, കലീസി എന്നാണ് പേര്. ഇവളുടെ ബ്രീഡ് ഡോഗോ അർജൻറ്റീനോ എന്ന് പറയും. ഇവൾക്കിപ്പോൾ ഒരു 2.5 വയസ്സായി. നല്ല പൊതുവേ ഇത് ഭയങ്കര ഒരു അഗ്രസീവ് ഡോഗാണെന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ ഇവൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആൾ കുറച്ച് സ്നേഹം കൂടുതലാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എല്ലാം ഭയങ്കര ഓവർ എനർജറ്റിക് ആണ് ആൾ. അപ്പോൾ നമുക്ക് ആൾക്ക് അതനുസരിച്ചുള്ള വർക്കൗട്ടും എല്ലാം മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം ആളൊന്ന് ഭയങ്കര കാമാവുള്ളൂ. പൊതുവേ ആൾ ഭയങ്കര എനർജറ്റിക് നേച്ചറാണ്. ഞാനിപ്പോൾ ലോങ് ട്രിപ്പായാലും എപ്പോൾ പോയിട്ട് വന്നാലും ഇവിടെ നിന്ന് ഞാനാണിപ്പോൾ മിക്കപ്പോഴും ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അമ്മ പറയും ആൾ ആക്റ്റീവ് അല്ല നീ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. ആൾക്കാർക്ക് ഭയങ്കര എഫെക്ഷനേറ്റാണ് ഇവർ, ഭയങ്കര സ്നേഹമാണ്. പിന്നെ നമ്മുടെ ദേഹത്തൊക്കെ ആരെങ്കിലും വന്ന് നമുക്ക് ഹാം ചെയ്യാൻ ആരും നോക്കിയാലും ഇവർ സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മുടെ ഒന്ന് ഒച്ച പൊങ്ങിയാൽ തന്നെ ആൾക്ക് മനസ്സിലാവും, അതനുസരിച്ച് റിയാക്ട് ചെയ്യും. പിന്നെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. പിന്നെ എല്ലാ ഓണേഴ്സിൻ്റെ കയ്യിലാണ് നമ്മുടെ ഡോഗ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഇരിക്കും. ഇവൾക്കിപ്പോൾ ഒരു 2 വയസ്സാകുന്നുള്ളൂ. ഇവളുടെ ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ ചിക്കനാണ് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ബീഫ്, മീൻ അതൊക്കെ തന്നെയാണ്. പിന്നെ ആൾക്ക് ഫുഡിനോടൊന്നും അങ്ങനെ ഇതില്ല, എന്ത് ഫുഡ് കൊടുത്താലും കഴിച്ചോളും. ഇവളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ പുറത്തോട്ടൊക്കെ ഇപ്പോൾ വീടിൻ്റെ അകത്ത് കാണിക്കുന്ന അല്ലാണ്ട് ഇപ്പോൾ പുറത്തോട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് നന്നായിട്ട് ബിഹേവ് ചെയ്യാനറിയാം. ഇപ്പോൾ വേറൊരു പെറ്റ്സിനെ കണ്ടാലാണെങ്കിൽ തന്നെ നമ്മൾ പറയണ അനുസരിച്ച് ഇവർ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ എൻ്റെ അവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കുറച്ച് ഓമനത്തൊക്കെ കൂടി കുറച്ച് വഷളായിപ്പോയി. അപ്പോൾ അവനിപ്പോൾ വേറെ പെറ്റ്സിനെ കാണുമ്പോഴും അവൻ ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഇപ്പോൾ അവരുടെ ടെറിട്ടറി എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഇവരുടെ ടെറിട്ടറി തന്നെ ഇപ്പോൾ വേറൊരു പട്ടിനെ കൊണ്ടുവരാൻ അവൻ സമ്മതിക്കില്ല. പക്ഷേ ഇവളാണെങ്കിൽ ഇവൾക്ക് അത്രയും കുഴപ്പമുണ്ടാവില്ല. എല്ലാം ഒന്നും കൂടി കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കും. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു വളർത്തിയ ഒരു സാഹചര്യവും ഇതൊക്കെ കൊണ്ടായിരിക്കാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് പെറ്റ്, ബഡി എന്നാണ് ഇവൻ്റെ പേര്. ബ്രീഡ് ബോക്സറാണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച എൻ്റെ പട്ടിയാണ് ഇവനാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്.
ആൾക്ക് പക്ഷേ വീടിൻ്റെ മുമ്പിലൊന്നും ഭയങ്കര ഇത്തിരി ടെറിട്ടറി ഗാർഡിങ് ഇത്തിരി ഭയങ്കര കൂടുതലാണ് ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ വീടിൻ്റെ മുമ്പിലൊക്കെ ആര് വന്നാലും ഒട്ടും നിർത്തിക്കൂല. നമ്മളോട് പറയുകയാണെങ്കിൽ ഇതുണ്ട്, ഇപ്പം ഇങ്ങനെ അടുത്തിങ്ങനെ വന്ന് മുട്ടി നിൽക്കണം ഇവന് ഫുൾ ടൈം ആൾക്കാരായിട്ട്. ഇപ്പോൾ അവളാണെങ്കിൽ ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഓടിയൊക്കെ നടക്കുകയുള്ളൂ. ഇവന് പക്ഷേ ഇങ്ങനെ ആൾക്കാരുടെ അറ്റൻഷൻ ഭയങ്കര ആവശ്യമാണ് ഇവന്. പിന്നെ ബോക്സർ പൊതുവേ ഭയങ്കര പാവം പട്ടികളാണ്. പക്ഷെ ഇവനെന്തോ ഒരു കുറച്ച് കലിപ്പായിപ്പോയി. ഇവൻ എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ കുഞ്ഞിൽ തുടങ്ങി വീടിൻ്റെ അകത്ത് കിടന്നാണ് വളർന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെ കട്ടിലിൽ കിടന്ന ഫുൾ ടൈം ആൾ വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന് ഇപ്പം നമ്മൾ ഒരു ദിവസം പോലും ഇപ്പോൾ ഇവന് അഴിച്ചുവിടാൻ തന്നെ ഇത്തിരി വൈകിട്ടുണ്ടെങ്കിൽ തന്നെ ആൾ മറ്റേ വഴക്കിട്ട് പോലെ കുറച്ച് ഡൗൺ ആവണ കാറ്റഗറിയാണ് ഇവൻ. കുറച്ച് സ്നേഹം കൂടുതലാണെന്ന് തന്നെ പറയണം ഇവന്. ഇപ്പോൾ തന്നെ വേണ്ട നമ്മളങ്ങനെ ഭയങ്കര മുട്ടിയാണ് വന്ന് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതങ്ങനെ നിൽക്കുള്ളൂ. ആളിങ്ങനെ ഇപ്പോൾ എത്ര വിട്ടാലും ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മാറി നിന്നാലും ഇവൻ വന്നിട്ട് വേണ്ട ഇതുപോലെ വന്ന് ഇങ്ങനെ ഒന്ന് മുട്ടി വയ്ക്കും. പിന്നെ ഇവന് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ചിക്കൻ, മീൻ, ബീഫൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവനെ അങ്ങ് ഇന്നേ വരെ മേറ്റ് ചെയ്യിച്ചിട്ടില്ല. ആളുടെ കുറച്ച് അഗ്രഷൻ തന്നെ കൊണ്ടാണ് ഇന്ന് വരെ മേറ്റ് ചെയ്യിച്ചിട്ടില്ല. പിന്നെ ഭയങ്കര വീടിൻ്റെ അവിടെ വന്ന് ആര് വന്നാലും അങ്ങനെ പെട്ടെന്ന് കമ്പനി ആവുന്നൊരു ടൈപ്പല്ല ഇവൻ. പക്ഷേ എൻ്റെ ഡോഗിനെ കേട്ടോ ഞാൻ പറയണത്. ബാക്കി എല്ലാ ബോക്സർ ഡോഗ്സും അത്യാവശ്യം ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ വളർത്തിയൊരിതായിരിക്കാം. അപ്പോൾ എൻ്റെ പെറ്റ്സിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് എൻ്റെ മനസ്സിലോട്ട് വന്നത് ഇവർ വന്നേ പിന്നെയാണ് എൻ്റെ ലൈഫ് ഒന്ന് കംപ്ലീറ്റ് ആയത്. മൊത്തത്തിൽ സന്തോഷത്തിലാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇവരില്ലാണ്ട് ഒരു നിമിഷം പോലും ഇപ്പോൾ പറ്റാണ്ടായി. അതാണിപ്പോൾ സത്യം.